ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാർക്കറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒട്ടുമുക്കാൽ ഡേറ്റയും അങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇറാൻ യു എസിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഒന്നും നടക്കുന്നില്ല, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് സ്റ്റിൽ $88 തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ $88 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രിം ലെവലാണ്. ആ ബ്രിം ലെവലിൽ, അതായത് ഓക്കെ എന്ന് പറയുന്ന ഒരു ബ്രിം ലെവൽ, അതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ബ്രിം ലെവൽ എന്ന് പറഞ്ഞാൽ 96 ആണ്. 100ന് മേളിൽ പോയ പാനിക്കാണ്. അപ്പോൾ 88 എന്ന് പറയുന്ന ആ ഒരു ലെവൽ വരെ മാക്സിമം കാം, ഇല്ലെങ്കിൽ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് $88 ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഏതാണ്ട് ഒരാഴ്ചയോളമായിട്ട് നമ്മുടെ ക്രൂഡ് ഓയിൽ വന്ന് തട്ടി നിൽക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നില്ല. ട്രംപ് ഓവർ ടോക്കേറ്റീവ് ആവുന്നുണ്ട്. അത്ര നല്ലൊരു പരിപാടിയല്ല. പക്ഷെ യുദ്ധത്തിലേക്ക് പോകുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. സോ മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു, പക്ഷെ മാർക്കറ്റ് വലുതായിട്ട് അനങ്ങുന്നില്ല. പിന്നെ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോസിറ്റീവാണ് എന്ന് പറയാറുണ്ട്. ബൈയിങ് പോസിറ്റീവാണ്, പക്ഷെ 100 CR-ൻ്റെയോ ഒരു സെക്കൻഡ് ഒരു 100 CR-ൻ്റെയോ 400-500 CR-ൻ്റെയോ ബൈ മേടിച്ചത് കൊണ്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആവണം എന്ന് ഇല്ല, ഇല്ലെങ്കിൽ FI പോസിറ്റീവ് ആവണം എന്നില്ല. പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് 2000 CR ടു അല്ലെങ്കിൽ 1500 CR ടു ഒരു 4000 CR വരെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് 100-500 CR മേടിക്കുന്നത് കൊണ്ട്, അത് പലപ്പോഴും 500 പോലും പോകാറില്ല, 100-200-300 CR വെച്ചിട്ട് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിറ്ററലി അവർ പണ്ട് മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ 10% പോലും മേടിക്കുന്നില്ല. അല്ലെങ്കിൽ 10% നമ്മുടെ വീട്ടിൽ ഒരു എന്താണ് 1 kg ആപ്പിൾ മേടിക്കുന്നതിന് പകരം നമ്മൾ 100 ഗ്രാം ആപ്പിൾ മേടിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം സഫീഷ്യൻ്റ് ആയിരിക്കും? അതൊന്നും അല്ല അത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് പോസിറ്റീവാണ് എന്ന് പറയാനില്ല. അവർ തിരിച്ചു വന്നു എന്ന് പറയാനും ഞാനില്ല. മാർക്കറ്റ് അവർ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ചാർട്ടിനകത്ത് കാണിക്കുന്നത്. 24,300 റേഞ്ചിലൊക്കെ അങ്ങനെ മാർക്കറ്റ് നിൽക്കുന്നു. ശരി, വീഴുന്നില്ല, ദാറ്റ് ഈസ് ഫൈൻ. ആ ഒരു വീഴുന്നില്ല എന്നുള്ളതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബൈ മാർക്കറ്റിൽ FIയും DAയും കൂടെ മേടിക്കുന്നുണ്ട്. DA മേടിക്കുന്നുണ്ടെങ്കിൽ പോലും റീറ്റെയിലർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലിറ്ററലി വലിയ കാര്യമായിട്ടുള്ള ചലനം മാർക്കറ്റിനകത്ത് ഇല്ല. ഒരു പോസിറ്റിവിറ്റി വരണമെങ്കിൽ അതിന് അതിൻ്റെതായ ലെവൽസ് ഉണ്ട്. നമുക്കത് ചാർട്ടിലേക്ക് കിടക്കുമ്പോൾ പറയാം. വേറെ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഇല്ല. റിസൾട്ട്സ് നല്ല സീസണായിരുന്നു. നമ്മുടെ ഈ ഒരു നെഗറ്റീവ് മാർക്കറ്റിനകത്ത് നമ്മളവിടെ ഒരു 4 നല്ല സ്റ്റോക്സ് എൻ്റെ ഐഡിയ ഷെയർ ചെയ്തിരുന്നു. ഒരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ ഷെയർ ചെയ്യാറില്ല. ഐഡിയ ഷെയർ ചെയ്തിരുന്ന കുറച്ച് സ്റ്റോക്സ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, സ്റ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആനന്ദ് രാജൊക്കെ 600-ന് താഴെ, 600 സ്റ്റാർട്ട് ചെയ്യുന്ന 600-604 പറഞ്ഞിരുന്നു. എറ്റേൾ 300-304 പറഞ്ഞിരുന്നു. ടൈറ്റനൊക്കെ 4600 റേഞ്ചിലും 1-2 സ്റ്റോക്സ് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ലെൻസ്കാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർസിസ്റ്റൻ്റ്, ബ്ലാക്ക് ബോക്സ് ഒക്കെ പറഞ്ഞിരുന്നു. ബ്ലാക്ക് ബോക്സ് കുറച്ച് കയറി വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനിപ്പോൾ ആ ലെവൽസ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അവർ വരട്ടെ, നമുക്ക് എന്നിട്ട് ആലോചിക്കാം. റിലയൻസ് 1340 മേളിലൊക്കെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, വരുന്നില്ല. അപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ട് ആ ഒരു സൈഡ് വേസ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്സ് അതിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇൻഫോസിസ് 1180 മേളിൽ, ഇല്ലെങ്കിൽ 1200 മേളിൽ ഒരു നല്ലൊരു മൊമെൻറ്റ് കിട്ടേണ്ടതാണ്. TCS 2400 മേളിലുള്ള സ്ട്രോങ് ക്ലോസിങ് TCSൽ ഒരു ബൈ റേഞ്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷന് റീസൺ എന്ന് പറയുന്നത്. മാർക്കറ്റ് ബെറ്റർ ആയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ നിയർ സെൻറ്റിമെൻറ്റ്സ് വരച്ച് വെച്ചിരിക്കുന്നതാണ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്, ഒരു ഫ്ലാഗ്, ഒരു പെനൻ്റ് ആണ് നിൽക്കുന്നത്. ഇതൊരു ബെയറിഷ് പെനൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാണ് ഞാൻ അവിടെ പറയുക. മാർക്കറ്റ് ഇതേ താഴേക്ക് വീഴുന്നുണ്ട്, ഇതിൻ്റെ എൻഡിൽ ഒരു പെനൻ്റ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് കൺഫ്യൂഷനിലാണ്. അപ്പോൾ മാർക്കറ്റിന് ഇനി താഴേക്ക് പോയാലോ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീക്കാവും. 24,000 ബ്രേക്ക് ചെയ്യാൻ പാടില്ല, മാർക്കറ്റ് വീക്കാവും. മാർക്കറ്റ് കയറി വന്നാലോ, ഇത് ബ്രേക്ക് ചെയ്ത് വന്നാലോ, അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് സൈഡ് വേസ് ഏരിയ നമ്മുടെ കുറേ കാലങ്ങളായിട്ട് പിന്നിലേക്ക് നോക്കിയാലും 24
ഒരു 240 മേളിൽ 440 മേളിൽ കയറി കഴിഞ്ഞാൽ 600 660 വരെയാണ്. ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ 660 റേഞ്ചിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ട്രയാങ്കിളിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാണ്ട് മാർക്കറ്റ് താഴെ വന്ന് ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇതൊരു വലിയ ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിലൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് പറ്റാണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടെ താഴത്തെ ലെവലിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ടും പറ്റിയില്ലെങ്കിലോ താഴെ 24,000 to 24,100 റേഞ്ചിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനമില്ല. ഇറാൻ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് കാരണം അവിടെ ഇല്ല. നമ്മുടെ മാർക്കറ്റ് അത് പ്രത്യേകിച്ച് ഡേറ്റ ഒന്നുമില്ല, ആരും കാര്യമായിട്ട് മേടിക്കുന്നില്ല. നമ്മൾ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയും അവിടെ കാര്യമായിട്ടുള്ള ഫണ്ട് ഇൻഫ്ലോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് എത്രയോ മാസങ്ങളായിട്ട് ഫണ്ട് ഇൻഫ്ലോ കൊടുക്കുന്നില്ല. സാധാരണമായിട്ടൊരു ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അയാളുടെ ഫണ്ടിൻ്റെ 25% മേളിൽ ഈ മാർക്കറ്റിന് അത് ഡിപ്ലോയ് ചെയ്യുന്നില്ല. ഫണ്ട് വെറുതെ ഇരിക്കുകയാണ്. ഫണ്ട് ആക്ച്വലി ബാങ്കിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള തമാശ എന്ന് പറയുന്നത്. ബട്ട് വൈസ് ഡിസിഷൻ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷർ ഉള്ള സ്ഥിതിക്ക് ഇനി സ്റ്റോക്കിലും കൂടെ ഇക്വിറ്റിയിലും കൂടെ എക്സ്പോഷർ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു റിസ്ക് എടുക്കണമല്ലോ. മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് എടുക്കുന്നുണ്ട്, സ്റ്റോക്കിൽ റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ബെറ്റർ ആയിട്ട് വരണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മിനിമം 24,600 മേളിൽ വരണം. ആവറേജ് എന്ന് പറയുന്നത് 24,800 മേളിലേക്ക് മാർക്കറ്റ് വരണം. അപ്പോഴും നമ്മൾ വിചാരിക്കുക നമ്മുടെ നിയർ ഹൈ അല്ലേ 24,800, അത് മേളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റില്ലേ എന്നുള്ളത്. അല്ല, അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. 24,000 മേളിൽ ഇത് പറക്കാൻ തുടങ്ങുമ്പോഴാണ് മാർക്കറ്റിലെ എല്ലാ സ്റ്റോക്സുകളും കയറി പോവുക. ഞാൻ അങ്ങനെ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല ഈ ചാർട്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂച്ചർ വന്നിട്ട് ഡിപ്ലോയ് ചെയ്യുക. അതുവരെ നമ്മുടെ ഗ്രൂപ്പ് വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ അധികം ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നില്ല, അധികം ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ ചെയ്യാറില്ല. അത്യാവശ്യം മ്യൂച്വൽ ഫണ്ട്സിനകത്ത് നല്ല എക്സ്പോഷർ കയറുന്നുണ്ട്. മാർക്കറ്റ് സൈഡ് വേസ് പോകുമല്ലോ, മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ഇൻഫ്ലോ ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാൽക്കുലേഷൻ. അല്ലാണ്ട് സ്റ്റോക്സിനകത്ത് ഡയറക്റ്റ് പോകുന്നില്ല എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് കാര്യമില്ല. ആ ഒരു ഇത്രയും ഷെയർ ചെയ്ത് തരുന്നത് തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ആ ഒരു അനാലിസിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളായിട്ട് നിങ്ങൾ വിചാരിക്കുക. മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 24,440 മേളിൽ കയറിയാൽ 440 മേളിൽ കയറിയാൽ സോ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് വർക്ക് ചെയ്യുകയും, സോ ഇതൊരു ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് മാറുകയും മാർക്കറ്റ് ഈ ഡിസെൻഡിങ് ട്രയാങ്കിളുടെ റെസിസ്റ്റൻസ് 24,440 റീടെസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പതുക്കെ കയറിയാൽ അടുത്ത ടാർഗറ്റ് 24,600 ഹയസ്റ്റ് ടാർഗറ്റ്. അത് ഇന്നല്ല ഈ വരുന്ന സമയങ്ങളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. 24,800 അതിനുശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റോക്സിൽ ഇക്വിറ്റിയിൽ ബൈ ചെയ്യുകയും മാർക്കറ്റിനെ ഫർദർ പുഷ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നതാണ്. മാർക്കറ്റ് പേഴ്സണലി എന്താ സംഭവിക്കാൻ സാധ്യത എന്ന് വിചാരിക്കുന്നത് അത് നാളത്തെ എക്സ്പയറി കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുവരെ മാർക്കറ്റിന് ആദ്യത്തെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഒരു ഐഡിയയിൽ വന്നിട്ടുണ്ടാവും. ആ മാർക്കറ്റ് ഐഡിയ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് മാത്രം പോവുക. മാർക്കറ്റ് മനസ്സിലാകാണ്ട് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ മാർക്കറ്റ് മനസ്സിലാവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പോകാം. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ. കൃത്യമായിട്ട് SL കീപ്പ് ചെയ്യുക. മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ഇപ്പോൾ പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. മാർക്കറ്റിൻ്റെ ആ ഒരു പ്രീമിയത്തിൻ്റെ കോൺട്രാക്ഷനൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഒരു മാസമെങ്കിലും എടുക്കും. അതുവരെ വലിയ ലോസസ് ഉണ്ടാക്കാതിരിക്കുക. പ്രോഫിറ്റ് ഭാവിയിൽ വന്നോളും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ. അതൊരു ഓപ്ഷൻ സെല്ലറിൻ്റെ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബയറിൻ്റെ മാർക്കറ്റ് വരും. ഒരു സെല്ലർ ഫേസ് കഴിഞ്ഞിട്ട് ബയർ ഫേസ് വരും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. മാർക്കറ്റിന് ഒരു റാലി വരുന്ന താഴേക്കാണെങ്കിലും മേളിലേക്കാണെങ്കിലും ഒരു മൊമെൻറ്റം വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് കടക്കാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.